ഗുഡ് ഈവനിങ്. ടൈംസ് ഓഫ് ഇന്ത്യയും കൈരളി പീപ്പിൾ ചാനലും ചേർന്ന് സംഘടിപ്പിക്കുന്ന മാനിഫെസ്റ്റോയ് പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ശ്രീ VS അച്യുതാനന്ദനാണ്. ഞങ്ങൾ ഈ പരിപാടിയുടെ ഉദ്ദേശം, മാനിഫെസ്റ്റോയ് എന്ന പരിപാടിയുടെ ഉദ്ദേശം, ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ ജനങ്ങളുടേതായ ഒരു പ്രകടന പത്രിക രൂപം കൊടുക്കുകയും അത് നമ്മുടെ ആദരണീയരായ നേതാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിപാടിയുടെ മോഡറേറ്റർ നമ്മുടെ കൈരളി ടിവിയുടെ ന്യൂസ് ഡയറക്ടർ ശ്രീ NB ചന്ദ്രശേഖരനാണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാനിഫെസ്റ്റോയ് എന്ന പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളം ഒരു വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ തീയിലും ചൂടിലുമാണ്. ഈ പടക്കളത്തിൽ നിന്ന് ഏറ്റവും പ്രമുഖരായ നേതാക്കളെ ഓരോരുത്തരെയായി പ്രമുഖരായ പൗര പ്രമാണിമാരോടൊപ്പം സംസാരിക്കുന്നതിന് വേണ്ടി അവസരമൊരുക്കുകയാണ് മാനിഫെസ്റ്റോയ് ചെയ്യുന്നത്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഒരു മുഖവുരയും ആവശ്യമില്ലാത്ത പ്രതിപക്ഷ നേതാവ് സഖാവ് VS അച്യുതാനന്ദനാണ്. കേരളത്തിന് ഒരു പ്രതീകമാണ് സഖാവ് VS അച്യുതാനന്ദൻ. തൊഴിലാളി വർഗത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ട് എതിരാളികളിൽ നിന്ന് കടുത്ത എതിർപ്പ് ഏറ്റുവാങ്ങിയ ഇന്നലകളിൽ നിന്ന് ജനകീയ പ്രശ്നങ്ങളും പൊതുപ്രശ്നങ്ങളും ഏറ്റെടുത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ജനകീയ നേതാവായി വളർന്നുവന്ന രാഷ്ട്രീയ ചരിത്രത്തിന്റെ ചുരുക്കപ്പേരാണ് VS എന്നത്. അച്ഛനമ്മമാർ ചെറുപ്പത്തിലേ മരിക്കുക, 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തുക, ജൗളിക്കടയിലും കയർ ഫാക്ടറിയിലും ജോലി ചെയ്യേണ്ടി വരിക, അങ്ങനെ തീർത്തും പാവപ്പെട്ടവനായാണ് പാവങ്ങളുടെ ഈ നേതാവിന്റെ തുടക്കം. പിന്നെ തൊഴിലാളി പ്രവർത്തനങ്ങളിലേക്ക്, സ്റ്റേറ്റ് കോൺഗ്രസിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക്, രാജവാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനുമെതിരെ പൊരുതി പുന്നപ്ര വയലാർ സമരഭൂമിയിൽ. സമരകാലത്ത് പിടിക്കപ്പെട്ട് കടുത്ത പോലീസ് മർദ്ദനത്തിന് ഇരയായി, കാലിൽ ബയനട്ട് കുത്തിയിറക്കി, രക്തം വാർന്നുപോയി മരിച്ചെന്ന് കരുതി ജഡം മറവു ചെയ്യാൻ അയച്ചു. അടിയന്തരാവസ്ഥയിലടക്കം 5.5 വർഷം തടവിൽ. ആ ചരിത്രമാണ് VSനെ വ്യത്യസ്തനാക്കുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ത്യാഗോജ്വല ഭൂതകാലത്തെയും ഇന്നത്തെ രാഷ്ട്രീയത്തെയും കൂട്ടിയിണക്കുന്ന നേതാവ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ അംഗം, CPIMന് തുടക്കം കുറിച്ച് നാഷണൽ കൗൺസിൽ വിട്ടിറങ്ങി വന്ന 32 പേരിൽ ഒരാൾ, 6 തവണ MLA, 2 തവണ പ്രതിപക്ഷ നേതാവ്, 1 തവണ മുഖ്യമന്ത്രി, 92ാം വയസ്സിലും തളരാതെ ജനങ്ങളിൽ നിന്ന് ആവേശം കൊള്ളുന്ന, ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന നേതാവ് സഖാവ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ ഇന്നത്തെ മുഖ്യാതിഥി. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കേരളത്തിൽ ഏറെക്കാലമായി തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ഏറ്റവും തലമുതിർന്ന ഈ രാഷ്ട്രീയ നേതാവിന് എന്തു പറയാനുണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ജീവിതത്തുറയിലെയും പ്രമുഖരോട്, അതുവഴി മലയാളികളോട് മുഴുവൻ എന്നതാണ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ കേൾക്കാനുള്ളത്. VSന്റെ വാക്കുകളിലേക്ക്. ദേശീയ രംഗത്ത് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരം പിന്നിടുമ്പോൾ ഏപ്രിൽ 2 കൊല്ലമാകുകയാണ്. അദ്ദേഹം മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ ചില അവകാശവാദങ്ങളെ ചലഞ്ച് ചെയ്തിട്ട് ഇന്ത്യയിലെ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും ഇവിടെ സമ്പാദിക്കുന്ന പണം ഇവിടുത്തെ ബാങ്കുകളിൽ, ദേശീയ ബാങ്കുകളിൽ നിക്ഷേപിക്കാതെ അത് സ്വിസ് ബാങ്കിൽ നികുതി കൊടുക്കാതെ സമ്പാദ്യം രക്ഷിക്കാനുള്ള അവസരമൊരുക്കുന്നത് നീതികെട്ട സമീപനമായതിനാൽ
ആ പണം മുഴുവൻ പിടിച്ചെടുത്ത് ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ ആദ്യത്തെ പ്രഖ്യാപനം. രാജ്യത്തെമ്പാടുമുള്ള പൗരജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അയൽപ്രദേശത്തുള്ള ബാങ്കുകളിൽ നിക്ഷേപം, ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപം, പണം നിക്ഷേപിക്കൂ. ആ ഓരോ നിക്ഷേപകനും 15 ലക്ഷം രൂപ വീതം. BJP RSS ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ അത് പൗരജനങ്ങൾക്ക് നൽകുകയും ബാക്കി പണം ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയുമായിരിക്കും ചെയ്യുക. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വില കുറയുമ്പോൾ ഇന്ത്യയിൽ കൂടിക്കൊണ്ട് തന്നെയിരിക്കുന്നു, കുറയുന്നില്ല. എന്തുകൊണ്ടത് കഴിയുന്നില്ല? അത് കഴിവുകേട് തന്നെയാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകൾ, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കേരള ഗവൺമെൻറ് കൈക്കൊണ്ടുപോരുന്ന നയസമീപനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വില കൊടുത്തേ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നു. 40-42 രൂപയാണ് 1 കിലോ അരിക്ക്, പഞ്ചസാരയ്ക്ക്, മറ്റ് അത്യാവശ്യ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില വൻ വർധനമാണ്. എന്തുകൊണ്ട് പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കി? ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ 2006-2011 കാലത്ത് സംസ്ഥാനത്ത് നിന്ന് സംസ്ഥാന മന്ത്രിമാർ ആന്ധ്രാപ്രദേശിലും പശ്ചിമ ബംഗാളിലുമെല്ലാം തന്നെ പോയി അരിയും പഞ്ചസാരയും മറ്റ് അത്യാവശ്യ സാധനങ്ങളും വാങ്ങി കേരളത്തിൽ കൊണ്ടുവന്ന് റേഷൻ കടകളും മാവേലി സ്റ്റോറുകളും വഴി 14 രൂപയ്ക്ക് അരിയും അതേപോലെ തന്നെ വില കുറച്ച് പഞ്ചസാരയും മറ്റ് സാധനങ്ങളും നൽകി. എന്തുകൊണ്ട് ആ പൊതുവിതരണ സമ്പ്രദായം കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല? വിലക്കയറ്റത്തിൽ നിന്ന് കേരളീയരെ രക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ഉമ്മൻചാണ്ടിക്കും കൂട്ടർക്കും? അതുപോലെ തന്നെ പൊതു സ്ഥാപനങ്ങൾ, മെത്രാങ്കായൽ, കടമക്കുടി ഭൂപ്രദേശം, അതുപോലുള്ള തണ്ണീർത്തടങ്ങൾ, ഇവകളെല്ലാം തന്നെ അനുയായികൾക്ക് പങ്കിട്ട് കൊടുക്കുകയാണ്. ഇതിനെതിരായി ശക്തമായ ജനകീയ അഭിപ്രായം ഉയർന്നു പൊങ്ങുക മാത്രമല്ല, കോടതി വിധികൾ തന്നെ ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടും എതിർത്തുകൊണ്ടും പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള പരാജയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നു വരികയാണ്. അതുപോലെ തന്നെ കേന്ദ്ര നേതാക്കന്മാരെ, ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വ പ്രശ്നത്തെ സംബന്ധിച്ച് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എല്ലാം തന്നെ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾ അഴിമതിക്കാരാണ് എന്ന് ശക്തമായ ആക്ഷേപമുള്ളവരാണ് എന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറയുമ്പോൾ അങ്ങനെയുള്ള അഭിപ്രായം എനിക്കില്ല, ഉമ്മൻചാണ്ടിക്കില്ല, മറ്റുള്ളവർക്കുമില്ല. വിവാദത്തിലെ പ്രസക്തമായ വിഷയം അവസാനം ഒരാളെ സുധീരൻ്റെ അഭിപ്രായത്തെ ആസ്പദമാക്കി അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരാൾ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന് അംഗീകരിക്കേണ്ടി വന്നു. അത് KPCC പ്രസിഡന്റിൻ്റെ ഒരു വിജയമായി കരുതി. അഴിമതിക്കാരാണ് എന്ന തൻ്റെ ന്യായവാദം ശരിയെന്ന് കേന്ദ്ര നേതൃത്വത്തിന് തന്നെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന കാര്യം പുറത്തു പറയാൻ
എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ സുധീരന് കഴിയുമോ? കേരളത്തിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യമാണ്. ഈ തരത്തിൽ എല്ലാ വിധത്തിലും അഴിമതിയിലും ജനവിരുദ്ധ നടപടികളിലും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലും കഴിഞ്ഞുകൂടാൻ നിർവാഹമില്ലാത്ത വിധത്തിലുള്ള വിലക്കയറ്റത്തിലുമെല്ലാം നാട്ടിനെ തള്ളിക്കൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനും എതിരായിട്ടുള്ള ശക്തമായ വികാരമാണ് കേരളത്തിൽ തിളച്ച് മറിയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തരം പ്രശ്നങ്ങൾക്കെല്ലാം എങ്ങനെ പരിഹാരം കാണാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 2006-2011 വാഗ്ദാനം ചെയ്താൽ വാഗ്ദാനം പൂർണ്ണമായും നടപ്പിലാക്കുന്ന കക്ഷികൾ ചേർന്ന മതേതര മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് വീണ്ടും പരിശോധിക്കാൻ ആർക്കും കഴിയേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള ക്ഷണനമാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള പൗരാവലിയോട് ആവശ്യപ്പെടുന്നു. വളരെ കുറച്ച് സമയമെടുത്ത് കുറഞ്ഞ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന പരിപാടിയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മോഡറേറ്റർ എന്ന സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കട്ടെ. താങ്കൾ ആത്മവിശ്വാസത്തോടു കൂടിയാണ് VS മുന്നണിയുടെ ഒരു അനൗപചാരികമായ വിജയപ്രഖ്യാപനം പോലുള്ള പരാമർശങ്ങൾ ഇവിടെ നടത്തിയത്. കേരളീയർ മുഴുവൻ ഉറ്റുനോക്കുന്നത് LDFൻ്റെ അമരത്ത് നിൽക്കുന്ന താങ്കൾ സ്വന്തമായ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടോ? LDF വിജയിക്കുകയാണെങ്കിൽ ആ വിജയത്തിൻ്റെ തോത്, വലിപ്പം എത്രമാത്രമായിരിക്കും? അത് താങ്കളുടെ ചുണ്ടുകളിൽ നിന്ന് തന്നെ അറിയുന്നതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കിട്ട് തരണം എന്ന് പറയുക. ഏറ്റവും കുറഞ്ഞത് ഒരു 100 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കോടതികളിൽ പലപ്പോഴും അന്വേഷിച്ച് കണ്ടെത്തുന്ന കേസ് പലപ്പോഴും ക്ലീൻ ചിറ്റാണ്. വളരെ മോശമെന്ന് മീഡിയയും പൊതുജനങ്ങളും ഒക്കെ ധരിക്കുന്ന വിഷയങ്ങളും വ്യക്തികളും പോലും കോടതിയുടെ മുമ്പാകെ എത്തുമ്പോൾ ഈ അന്വേഷണ ഏജൻസി കൊണ്ടുവരുന്നത് മിസ്റ്റർ ക്ലീൻ അല്ലെങ്കിൽ യാതൊരു അപാകതയുമില്ലാത്ത വ്യക്തി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഏജൻസിയുടെ റിപ്പോർട്ട് വരുമ്പോൾ കോടതി പലപ്പോഴും നിസ്സഹായനായി പോവുകയാണ്. അതിനൊരു പരിഹാരം ആവശ്യമല്ലേ? എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇതിൻ്റെ മെഷർമെൻറ്റ് ശരിയായ നിലയിൽ നടത്താൻ ഒരു സംവിധാനം ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെ. അത് CBI സംബന്ധിച്ച് കൂട്ടിലടക്കപ്പെട്ട തത്ത എന്നുള്ള വിമർശനമുണ്ടെങ്കിലും മിക്കവാറും ശരിയായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വരുമ്പോൾ അവരെ ഏൽപ്പിക്കാവുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പേര് ഫക്രുദ്ദീൻ അലി. ഞാനിവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിൽ. എനിക്ക് സഹോദരനോട് 2 ചോദ്യങ്ങളാണ് വളരെ ചുരുക്കി ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, അടുത്ത് കൊല്ലത്തുണ്ടായിട്ടുള്ള വെടിക്കെട്ട്. ഈ വെടിക്കെട്ട് പോലെയുള്ള അപകടങ്ങൾ സത്യത്തിൽ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ല. വെടിക്കെട്ടാണെങ്കിലും പിന്നെ ഈ ഗജമേളയാണെങ്കിലും. പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ മതാത്മകത കൂടി വന്നു, എസ്പെഷ്യലി 80s ശേഷം. മുമ്പാണെങ്കിൽ ആ രീതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ മതത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട്, അല്ല മതത്തിൻ്റെ പ്രോഗ്രസീവ് എലമെൻസിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മതാത്മകതയെ തുറന്നു കാണിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ചരിത്രപരമായ ദൗത്യം സഖാവും ഞാനും നമ്മളെല്ലാം ഉൾപ്പെടുന്ന കേരളത്തിലെ പ്രോഗ്രസീവ് ഫോഴ്സ് ഇടക്കാലത്ത് എപ്പോഴും അത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ ഒരു പ്രോബ്ലമാണോ ഇത്? രണ്ടാമത്, ലൈഫ് സ്റ്റൈൽ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സഖാവിൻ്റെ ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം നാളെ സഖാവിന് അധികാര സ്ഥാനത്ത് ഇരിക്കുമ്പോൾ കേരള സമൂഹത്തിനും പകർന്നു നൽകാവുന്നതാണ്. വെടിക്കെട്ടിനെ സംബന്ധിച്ച് കളക്ടർ നിരോധിച്ചിട്ടും ആ നിരോധനം നടപ്പിലാക്കേണ്ട പോലീസ്, ആ പോലീസിനെ നിയന്ത്രിക്കുന്ന രമേശ് ചെന്നിത്തലയായാലും
ഉമ്മൻചാണ്ടി ആയാലും എന്തുകൊണ്ട് ആ ഓഫീസർമാരെ നിയന്ത്രിച്ച് ഈ ദാരുണ മരണങ്ങൾക്ക് അവസരമുണ്ടാക്കാൻ അതിരിക്കാൻ ആവശ്യമായ നടപടി എടുത്തില്ല എന്നുള്ളത് അത്യന്തം ഗൗരവതരമായ പ്രശ്നമാണ്. ആ കളക്ടറുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ ധൈര്യം കാണിക്കാത്ത, ചട്ടം പാലിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റ് തന്നെയാണ്. അതിന്ന് രാജ്യമാകെ ഏതാണ്ട് അംഗീകരിച്ച ഒരു സ്വഭാവത്തിലാണ്. പിന്നെ ഞാൻ ഇപ്പോഴും മര്യാദയ്ക്ക് ആഹാരം കഴിച്ച് കാലത്തും വൈകുന്നേരവും അരമണിക്കൂർ വീതം നടന്ന് അതേപോലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും ചെറുപ്പകാലത്തെ പോലെ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് ശരിക്കും ഒരു ആരോഗ്യവാനെ പോലെ എപ്പോഴും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് എൻ്റെ സ്നേഹിതന്മാർ, ഞാൻ ഈ തുടരുന്ന ജീവിതചര്യകൾ ഒന്ന് തുടർന്നു നോക്കൂ. കണിശമായും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഫക്രുദ്ദീൻ നടക്കാൻ തീരുമാനിച്ചതാണോ അല്ലേ? ധീരമായ നീണ്ട വർഷക്കാലത്തെ ജയിൽവാസം, അതോടൊപ്പം തന്നെ ഒളിവിൽ അങ്ങ് കഴിഞ്ഞ കാലഘട്ടം. അപ്പോൾ എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, ഈ കാലഘട്ടത്തിലൊക്കെ അമ്മമാരായും സഹോദരിമാരായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു വലിയ സ്ത്രീ സമൂഹമുണ്ട്. അന്നത്തെ സ്ത്രീകൾ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ധാർമ്മികമായി നൽകിയ പിന്തുണ, അതിനെക്കുറിച്ച് അങ്ങേക്ക് ഓർത്തെടുക്കുവാൻ ഇപ്പോൾ എന്തെങ്കിലും കഴിയുന്നുണ്ടോ? സ്ത്രീകളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരോട് വാഗ്ദാനം ചെയ്തിട്ട് ആ വാഗ്ദാനം നിറവേറ്റാതെ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ അവരെ ആവശ്യത്തിന് ഉപയോഗിക്കുക, അതിനുശേഷം പറഞ്ഞ് വീട്ടിലേക്ക് അയക്കുക എന്നിങ്ങനെയുള്ള കൊള്ളുകില്ലായ്മകൾ നടന്നിട്ടുണ്ട്. കണിശമായും അത് മാറേണ്ട ആവശ്യമാണ്, മാറിയേ തീരൂ. ഒരു പുരുഷന് മര്യാദയ്ക്ക് ന്യായമായ ഒരു ഭാര്യയെ സ്വീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതാണ്. അത് ചെയ്യാതെ വഴി തെറ്റിയ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ പൊതുചട്ടത്തിന് വിധേയമാക്കി കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. അതിന് DYFI പോലുള്ള ചെറുപ്പക്കാരുടെ സംഘടന മുന്നിട്ടിറങ്ങിയേ മതിയാകൂ. വാചകമടി പോരാ, അതാണ് പ്രവൃത്തിയിലത് കൊണ്ടുവരികയാണ്. നമ്മുടെ സഹോദരിമാരെ, ചെറുപ്പക്കാരികളെ ശരിയായ നിലയിൽ ഈ പ്രസ്ഥാനത്തിൽ ഉറപ്പിച്ചു നിർത്താനും അവർ പ്രതീക്ഷയോടുകൂടി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ നേതൃനിരയിലേക്ക് വരാനും എല്ലാം തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് 2001, 2006, 2011 ഇത്തരം പ്രശ്നങ്ങളിൽ, അഭിമുഖീകരിക്കാത്ത പ്രശ്നങ്ങളിൽ ഇതും കൂടെ കണ്ടുകൊണ്ടുള്ള ശരിയായ ഒരു വീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കണിശമായി ഞങ്ങൾക്ക് കഴിയുന്നതാണ്. VS കഥാപാത്രമായി ഒരു നോവൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് പുതിയ പതിപ്പുകൾ വരുന്നു. ഉഷ്ണരാശി, നമ്മുടെ ഹയർ സെക്കൻഡറി ഡയറക്ടർ KV മോഹൻകുമാറാണ് അത് രചിച്ചത്. ഉഷ്ണരാശി, കരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്നാണ് ആ നോവലിൻ്റെ പേര്. ആ നോവലിൽ ഒരു ഭാഗത്ത് VSനെ ഇങ്ങനെ കിടത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാലുകൾ അഴികളുടെ പിന്നിൽ ഇങ്ങനെ പിടിച്ചു കെട്ടി അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളംകാലിൽ ഈ ചൂരൽ കൊണ്ട് അടിക്കുന്ന ഒരു രംഗം വളരെ വ്യക്തമായി വരച്ചിട്ടുണ്ട്. അത് വായിക്കുന്ന ഒരു മലയാളി തീർച്ചയായും VS എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ഹൃദയം കൊണ്ട് നമസ്കരിക്കും.
ശരിക്കും ആ ചരിത്രം തന്നെയാണോ ആ നോവലിൻ്റെ ഉള്ളടക്കം? അങ്ങ് അനുഭവിച്ച ആ വിഷയം അതേപോലെ അതിനകത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് വായനക്കാരന് അത് അത്ര തീവ്രമായിട്ടാണ് അനുഭവപ്പെടുന്നത്? ആ നോവലിലെ തീം ശരിയായിട്ടുള്ളത് തന്നെയാണ്. പാല ലോക്കപ്പിൽ ഇടിയൻ നാരായണപിള്ള എന്ന സബ് ഇൻസ്പെക്ടറുടെ കീഴിൽ ഞാൻ അനുഭവിച്ച മർദ്ദന സംവിധാനങ്ങളുടെ ഒരു ചിത്രമായിരുന്നു. ആദ്യം ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ നിന്ന് പാലാ സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ ഒരു മർദ്ദന കോട്ട ലഭിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് പാലാ ലോക്കപ്പിൻ്റെ മുൻവശത്ത് കസേരയിട്ട് അവരെ തടവുകാരായി പരിഗണിക്കുമ്പോൾ ക്രിമിനൽ തടവുകാരൻ്റെ കൂട്ടത്തിലാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് തടവുകാരായിട്ടുള്ള ആളുകളെ ചെയ്തത്. 48 കേസിലെ പ്രതിയായ കള്ളൻ കോലപ്പൻ അടക്കമുള്ള ഒട്ടേറെ കള്ളന്മാർ പ്രതികളായിട്ടുള്ളവരുടെ കൂടെയാണ് ഞങ്ങളെ തള്ളിയത്. അവിടെ വച്ച് EMS എവിടെ, KV പത്രോസ് എവിടെ എന്ന ചോദ്യവുമായി ഒരു സെറ്റ് പോലീസുകാർ എൻ്റെ 2 കാലുകളും ഓരോ അഴിയുടെ അകത്തേക്ക് കയറ്റി ജയിലിന് ലോക്കപ്പിന് പുറത്ത് 2 ലാത്തികൾ കയറ് ചക്കരക്കയറ് കൊണ്ട് അപ്പുറം ഇപ്പുറവും കെട്ടിയിട്ട് ചൂരൽ കൊണ്ടടി തുടങ്ങി. എൻ്റെ സ്നേഹിതൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങ സിനിമയിലോ നാടകത്തിലോ പറയുന്ന പോലുള്ള കാര്യങ്ങൾ അടി തുടങ്ങി. പറയടാ നിന്നെ കൊല്ലും, പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊല്ലും പറഞ്ഞുള്ള അടി തുടങ്ങി പടാന്നുള്ള അടി പലതും കഴിഞ്ഞെങ്കിലും അവരാവശ്യപ്പെട്ട ലീഡേഴ്സിനെ എൻ്റെ വിവരം പറയിക്കാൻ കഴിയാതെ വന്നപ്പോഴാ ഒരു പോലീസുകാരൻ താൻ്റെ തോക്കിലെ ബയനറ്റ് ഫിറ്റ് ചെയ്തിട്ട് കാലിൻ്റെ വെള്ള ഭാഗത്തേക്ക് ആഴത്തിൽ കുത്തിക്കയറ്റുകയാണ്. അത് ജയിൽ മുറികളെ മുഴുവൻ രക്തമയമാക്കി. മുറി കഴിഞ്ഞപ്പോൾ അൺകോൺഷ്യസായ ഞാൻ മരണപ്പെട്ടു എന്ന് പോലീസുകാരെ സഹായിക്കാൻ ഓടിച്ചിട്ടുള്ള മറ്റ് ക്രിമിനൽ തടവുകാരും കൂടെ നിശ്ചയിച്ചു. ആള് ഇതായി. അപ്പോൾ ഇടിയൻ നാരായണപിള്ളയോട് പറഞ്ഞു, കാര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ കുഴിച്ചിട്ട് വരൂ, 2 ജീപ്പ് എടുത്തോളൂ, ആവശ്യപ്പെട്ട പോലീസുകാരെയും ക്രിമിനലിനെയും കൂടെ ആവശ്യപ്പെട്ട് കൊണ്ടുപോയിക്കൂ, കുഴി വെട്ടുക, കുഴിയിലാക്കുക, പോരുക. നമുക്കെല്ലാം തന്നെ പുന്നപ്പുറ വയലാർ സമരം കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു രക്തസാക്ഷിയെ പാലാക്കി കിട്ടി എന്ന് വന്നാൽ നമുക്കെല്ലാം വലിയ പ്രമോഷനുകളാണ് വരാൻ പോകുന്നത്. ഒട്ടും നിരാശരാകേണ്ട, പോകൂ എന്ന് പറഞ്ഞ് ഇടിയൻ നാരായണപിള്ള അനുയായികളെ അയക്കുകയാണ്. എന്നെയും വഹിച്ചുകൊണ്ടുള്ള ജീപ്പ് മുന്നോട്ട് പോയി വലിയ കാടിൻ്റെ സമീപം കുഴി വെട്ടി ആ കുഴിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ്
കള്ളൻ കോലപ്പൻ പറഞ്ഞു, സാർ ശ്വാസോച്ഛ്വാസം വിടുന്നുണ്ട്, നമുക്ക് അടുത്ത പാലാ ആശുപത്രിയിലെ ഡോക്ടർമാരെ കൂടെ ഒന്ന് കാണിക്കണം, അതിനുശേഷം കുഴിയിലാക്കിയാൽ മതി എന്നാണ് ജയമാനെ ഞങ്ങളുടെ അഭിപ്രായം എന്നവർ പറഞ്ഞു. എല്ലാവരും പ്രതികളാകേണ്ടതാണല്ലോ. ശരി, എന്നാൽ അങ്ങോട്ട് പോകട്ടെ. എന്നെയും വഹിച്ചുകൊണ്ട് പോലീസ് സംഘം പല ആശുപത്രിയിലെത്തി. മുഖ്യ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പ്രാഥമികമായ പരിശോധന നടത്തിയതിന് ശേഷം മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി വളരെ ശക്തമായ നിലയിൽ ഇവരെ ആക്ഷേപിച്ചു. നിങ്ങൾ കൊലപാതകികളാണല്ലേ, പോലീസുകാരാണോ നിങ്ങൾ? ആക്ഷേപിച്ചതിന് ശേഷം അവർ പറഞ്ഞു, പോലീസ് ഡോക്ടർമാർ പറഞ്ഞു, ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ വേണ്ടി 2 പേരെ നിയോഗിക്കും, പോലീസ് പുറത്തു നിന്നാൽ മതി. അവർ നിർദ്ദേശിച്ചു. അതനുസരിച്ചാണ് പിന്നീട് കാര്യങ്ങൾ പോയത്. ഡോക്ടർ പരിശോധിച്ചു, മരുന്ന് തന്നു. ശരീരമാകെ അതിക്രൂരമായ മർദ്ദനം നടത്തിയതിൻ്റെ ചതവുകളും പാടുകളും എല്ലാം തന്നെ വറ്റിപ്പോകാൻ ആവശ്യമായ മരുന്നുകളെല്ലാം അവർ തരികയും ഉള്ളിലും പുറത്തും അതെല്ലാം ഉപയോഗിക്കുകയും ചെയ്ത കൂട്ടത്തിൽ ഡോക്ടർ പറഞ്ഞു, ഈ കുത്തിയ പാട് പൊറുക്കാൻ വളരെയധികം താമസിക്കും, ബൈനറ്റിൻ്റെ അംശം ഉള്ളതുകൊണ്ട് പൊറുക്കാൻ താമസിക്കും. അതുവരെ ഒത്തി 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 വലത് കാല് പയ്യെ മാത്രമേ തൊടാൻ കഴിയുള്ളൂ. ഇടത് കാല് കൊണ്ട് തന്നെ അവശേഷിക്കുന്ന മാസങ്ങൾ കഴിയേണ്ടി വരും. അവസാനമത് പൊറുക്കുക തന്നെ ചെയ്യും, പക്ഷേ മാസങ്ങൾ വേണ്ടി വരും. സാർ, ഈ കള്ളൻ കോലപ്പനെ രക്ഷിച്ച കള്ളൻ കോലപ്പനെയും അതുപോലെ തന്നെ ഈ കൊല്ലിക്കുന്ന തരത്തിൽ മർദ്ദനം നടത്തിയ ഇടിയൻ നാരായണപിള്ളയൊക്കെ പിന്നീട് നേതാവും MLA-യും മുഖ്യമന്ത്രിയായതിനു ശേഷമൊക്കെ എപ്പോഴെങ്കിലും കാണാനിട വന്നിട്ടില്ല. അവരെല്ലാം തന്നെ നേരത്തെ മരിച്ചുപോയി. അല്ലാത്ത ചില ആളുകളെ പറ്റിയിട്ട് ശുപാർശയായിട്ട് പ്രൊമോഷൻ്റെ കാര്യത്തിലെല്ലാം എന്നെ ആലപ്പുഴ സബ് ജയിലിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച ഒരു സബ് ഇൻസ്പെക്ടർ കൃഷ്ണൻ നായരുടെ ശുപാർശയായിട്ട് സാർ വിചാരിച്ചാൽ സർക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റ് സുഖമായി കിട്ടും. വന്നിരുന്നു, ഫലിച്ചില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് 6 വർഷം മുമ്പ് പാസ്സാക്കിയ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് ഉണ്ട്. ഈ ആക്ടിൻ്റെ ഫലമായിട്ട് മധ്യ ആശുപത്രി, അതായത് 20-30 ബെഡുള്ള ആശുപത്രികൾ ഇന്ന് പലപ്പോഴും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോർപ്പറേറ്റൈസേഷനാണ് ഹെൽത്ത് കെയർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് ഈ ചെറിയ ആശുപത്രികളുടെ നേട്ടങ്ങൾ വളരെയധികമാണ്. അപ്പോൾ അങ്ങ് ഭരണത്തിൽ വന്നാൽ ഇത്തരം ചെറിയ ആശുപത്രികളെ രക്ഷിക്കുവാനും ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ അശാസ്ത്രീയത ഒഴിവാക്കുവാനും ശ്രദ്ധിക്കുമോ? കണിശമായും ഈ ചെറിയ ആശുപത്രികളുടെ പ്രശ്നവും അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചും വളരെ അനുഭാവപൂർവമായ സമീപനം എടുത്തുകൊണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നത്. ഈ ആഹാര സാധനങ്ങൾ നമ്മുടെ കുട്ടികളും നമ്മുടെ തലമുറ മൊത്തവും മാരകമായ വിഷമാണ് കഴിക്കുന്നത്. എല്ലാ പച്ചക്കറികളിലും ഭക്ഷണ സാധനങ്ങളിലെല്ലാം മാരകമായ വിഷമാണ്. അത് പരിശോധിക്കാനോ അതിൽ തുടർ നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ പരിശോധിക്കാനുള്ള മിഷനോ സംവിധാനങ്ങളോ ഒന്നും ഇവിടെയില്ല. പക്ഷേ ഇനിയെങ്കിലും നമുക്ക് വരുന്ന ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി എടുത്ത് വരുന്ന തലമുറയെ രക്ഷിക്കാനുള്ള ഒരു സംവിധാനവും കാഴ്ചപ്പാടും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കണിശമായും എൻ്റെ സ്നേഹിതൻ പറഞ്ഞ കാര്യം ജനങ്ങളുടെ ഇടയിൽ വളരെ
ശക്തമായ അഭിപ്രായങ്ങൾ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വിഷാംശങ്ങൾ ഉള്ള പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സമ്പ്രദായം ചില പ്രദേശങ്ങളിൽ, ചില സംസ്ഥാനങ്ങളിൽ പൊതുവിൽ നിലനിൽക്കുന്നുണ്ട്. കണിശമായും അതിന് പരിഹാരമുണ്ടാക്കുക തന്നെ വേണം. അതെ, നാട്ടിൽ വിളയുന്ന നെല്ല് ഏറ്റെടുക്കാതെ നശിച്ചു പോകുന്ന സ്ഥിതി അതെ, നെല്ല്, അതെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം അതിന് മുമ്പുണ്ടായിരുന്ന UDF ഗവൺമെൻറ് 2800-ഓളം കൃഷിക്കാർ ആത്മഹത്യ ചെയ്ത കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടുകൂടി ആ ഓരോ കൃഷിക്കാരൻ്റെയും വീടുകൾക്ക് 50,000 രൂപ വീതം സഹായം നൽകുന്നു. അതിനുശേഷം കൃഷി പുനരുദ്ധാരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം സഹായങ്ങൾ കൃഷിക്കാർക്ക് വേണമോ അതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആയിരക്കണക്കായ കൃഷിക്കാർക്ക് നൽകിയ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കാനും ആഹ്ലാദം പങ്കുവെക്കാനുമുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതേപോലുള്ളൊരു സ്ഥിതി കണിശമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്, ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളതാണ്. അതേപോലുള്ള കാര്യങ്ങൾ തുടർന്നും ചെയ്യാവുന്നതേ ഉള്ളൂ. വികസനത്തിനോടുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള നിലയിൽ യന്ത്രവൽക്കരണത്തെ കണ്ടില്ലെന്ന് നടിക്കാനോ അത് ശരിയല്ലെന്ന് പറയുവാനോ ഉള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. യന്ത്രക്കലപ്പകൾ വന്നപ്പോൾ നാടൻ കലപ്പകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യന്ത്രക്കലപ്പകൾക്കെതിരായി സമരം ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞുള്ള കളിയാക്കൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പണിയെടുത്തുകൊണ്ടിരുന്ന നാടൻ കലപ്പകൾ ഉപയോഗിച്ച് ഉഴുതുകൊണ്ടിരുന്ന തൊഴിലാളികളുടെ തൊഴിലിൻ്റെ പ്രശ്നം ആ തൊഴിലാളികളുടെ സംഘടനയുടെ പ്രവർത്തകരെന്നുള്ള അടിസ്ഥാനത്തിൽ അത് ഉയർത്തിപ്പിടിക്കുകയും അതിന് പരിഹാരം കാണുക ആവശ്യമാണെന്നുള്ള നിലയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതേസമയം തന്നെ യന്ത്രക്കലപ്പകൾ തൽക്കാലത്തേക്ക് ഉപയോഗിക്കുന്നതിന് ആ അടിസ്ഥാനത്തിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതല്ലാതെ ശാസ്ത്രവിരുദ്ധമായ നിലയിൽ പോകുന്നതിന് കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറായിട്ടില്ല എന്ന് എൻ്റെ സ്നേഹിതൻ മനസ്സിലാക്കണം. നമ്മൾ വെടിക്കെട്ട് ദുരന്തത്തിൽ പോലീസിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള അനാസ്ഥയും പറ്റി പറഞ്ഞായിരുന്നു. പക്ഷേ LDF ഭരണത്തിൽ വന്നാലും ഇതേ പോലീസുകാരനാണ് ഈ വീഴ്ച വരുത്തിയെന്ന് പറയുന്ന 100-200ഓളം പോലീസുകാരനാണ് തുടർന്ന് ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സഖാവിൻ്റെ പാർട്ടി ഭരണത്തിലോട്ട് വരുമ്പോൾ ഇനി ഒരു അവസ്ഥ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത്? എൻ്റെ സഹോദരിയുടെ സംശയന്യായം. പക്ഷേ പോലീസുകാരെ നന്നാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനൊട്ടേറെ മാർഗങ്ങളുണ്ട്. അവരിൽ കൊള്ളാവുന്നവരെ, സത്യസന്ധരായിട്ടുള്ള ആളുകളെ അവശ്യം നിലനിർത്തേണ്ടി വരികയും നിലനിർത്തിക്കൊണ്ട് ഇത് പിന്നെ ആവർത്തിക്കാതിരിക്കാൻ ഉള്ള സാഹചര്യം അത് സമൂഹത്തിനാകെ ദ്രോഹമാണ് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അത് ബോധ്യപ്പെടുത്തുക, രാഷ്ട്രീയമായി ബോധ്യപ്പെടുത്തുക, പ്രായോഗികമായി ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ആവശ്യമാണ്. ആ അടിസ്ഥാനത്തിൽ സംശയമുണ്ടായിട്ടുള്ളത് പല ഗവൺമെൻറ്റുകളും വന്നിട്ടും ഗുണമില്ല, പോലീസുകാർ തന്നെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന് വരുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാതെ
ഈ സംശയം ദൂരീകരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. കൊച്ചിയിൽ നമ്മളൊരു ക്യാൻസർ സെൻ്റർ തുടങ്ങാനുള്ള ഒരു പദ്ധതി LDF ഗവൺമെൻറ് തത്വത്തിൽ തീരുമാനിക്കുകയുണ്ടായി. അതിനുവേണ്ട നടപടികൾ UDF ഗവൺമെൻറ് എടുക്കുമെന്നും പറയുകയുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ ആ രീതിയിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും ഇതുവരെ നടന്ന് കണ്ടിട്ടില്ല. തറക്കല്ലിട്ടു എന്നുള്ളതല്ലാതെ വേറെ യാതൊരു പുരോഗതിയും അതിനകത്ത് ഉണ്ടായിട്ടില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ചില സ്വകാര്യ ആശുപത്രികളെന്നൊരു ആശയം പരക്കുകയുണ്ട്. നാളെ താങ്കളുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ എന്ത് സമീപനമായിരിക്കും സ്വീകരിക്കുമെന്ന് അറിയാൻ താല്പര്യമുണ്ട്. കേരളത്തിൽ ക്യാൻസർ വൻതോതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അതിന് പരിഹാരമുണ്ടാകണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം 100% ശരിയാണ്. അതിന് ആവശ്യമായ നടപടികൾ കണിശമായും ഗവൺമെൻറ്റിന് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ജനങ്ങളെ അങ്ങനെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടൊരു ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് സത്വരമായി തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെൻറ് അധികാരം ഏറ്റ ഉടനെ തന്നെ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാൻ. സർക്കാർ സ്കൂളുകളുടെ സ്ഥലങ്ങൾ പൊതുവായിട്ടെല്ലാം ഒരു കച്ചവട സ്ഥാപനവൽക്കരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താനായിട്ട് സർക്കാർ സ്കൂളുകളെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ് വരുത്താൻ സഖാവിന് കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഖാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട് എന്താണെന്നുള്ള അറിയാൻ ആകാംക്ഷയുണ്ട്. സ്കൂളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് 2 വിധത്തിലാണ്: ഗവൺമെൻറ് സ്കൂളുകളും പ്രൈവറ്റ് സ്കൂളുകളും. ഗവൺമെൻറ് സ്കൂളുകളിൽ ഇതേപോലുള്ള അനാമത്തുകൾ താരതമ്യേന കുറവാണ്. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന സ്വകാര്യ സ്കൂളുകളിലാണ് ഇത് താരതമ്യേന വർദ്ധിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ സ്കൂളുകളിലെ പോലെ തന്നെ ശരിയായ നിലയിൽ അഴിമതി കാട്ടാത്ത ശരിയായ നിലയിലുള്ള നിയമനങ്ങൾ നടത്തുന്ന ഒരു സംവിധാനം ഗവൺമെൻറ് സ്കൂളുകൾ നന്നായി നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതോടൊപ്പം തന്നെ സ്വകാര്യ സ്കൂളുകൾ അവരുടെ തെറ്റായ സമീപനം നിർത്തുന്നതിനാവശ്യമായ കർശനമായ നിലപാടുകളും സ്വീകരിക്കാവുന്നതാണ്. കേരളത്തിന് ഏകദേശം 560 കിലോമീറ്ററോളം തീരപ്രദേശമുണ്ട്. ഈ മേഖലകളിൽ താമസിക്കുന്ന വിവിധ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ തീരദേശ പരിപാലന നിയമമനുസരിച്ച് അവർക്ക് വീടുകൾ വയ്ക്കുവാനോ അതുപോലെ തന്നെ അത് പുനർനിർമ്മാണം നടത്തുവാനോ അതുപോലെ തന്നെ അവർക്ക് പട്ടയം ലഭിക്കുന്ന ഒരു സാഹചര്യമോ ഇല്ല. LDF ഗവൺമെൻറ് വന്നാൽ ഈ തീരദേശ പരിപാലന നിയമത്തിൽ എന്തായിരിക്കും അതിൻ്റെ നയം? ആ തീരദേശ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് എന്ത് ഉറപ്പ് കൊടുക്കാൻ കഴിയും എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. തീരദേശ പരിപാലന നിയമം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനമനുസരിച്ചുള്ള ഒരു നിയമമാണ്. അത് കേരളത്തിലെ തീരദേശത്തെ ജനങ്ങൾക്ക് വിഷമതയുണ്ടാക്കുന്നതിന് പരിഹാരം കാണാൻ സംസ്ഥാന ഗവൺമെൻറ് സത്വരമായി തന്നെ ചിന്തിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും മറ്റ് ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങളും ആവശ്യങ്ങളും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അടിയന്തര നടപടികൾ കൈക്കൊള്ളുന്നു. അഴിമതിക്കാരായ മന്ത്രിമാരാണ് മത്സരരംഗത്തുള്ളത്. അതിനെ പ്രതിരോധിച്ച് നിർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ മന്ത്രിമാർ മത്സരിക്കരുതായിരുന്നു. പക്ഷേ ഇച്ഛാശക്തിയുള്ള ഒരു ഇടതുപക്ഷത്തിന് അതിനെ പ്രതിരോധിക്കാൻ എത്ര കണ്ട് കഴിഞ്ഞിട്ടുണ്ട്? ഒരു ചോദ്യം കൂടെ ആവർത്തിക്കുന്നു. നമ്മുടെ രോഹിത് വെമുലയും കനയ്യകുമാറും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഈ മണ്ണിലേക്ക് ഒരു ഒറീസയും ഗുജറാത്തുമൊക്കെ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഈ സംഘപരിവാർ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളെയൊക്കെ കീഴ്പ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നടത്തുന്നില്ലേ? നമ്മളുടെ ചെറുത്തുനിൽപ്പ് ഇങ്ങനെ മതിയോ? നേരിട്ടിടപെട്ട് അത്തരം ആളുകളെ അടിച്ചോടിക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ ഞങ്ങൾ സ്വീകരിക്കുകയുമില്ല. ഇതെല്ലാം തന്നെ അധികാരം കൈകാര്യം ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്.
അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കർശനമായിട്ട് ഇത് സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പാർട്ടി BJPയുടെ പിറകിൽ BJPയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് RSS ആണ്. അപ്പോൾ RSSൻ്റെ നിർദ്ദേശമനുസരിച്ച് കയ്യേറ്റത്തിൻ്റെ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു സമീപനം അവർ സ്വീകരിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഗവൺമെൻറ് വരുന്നതിനെ തുടർന്ന് ഇതെല്ലാം തന്നെ മുൻകാലങ്ങളിൽ മറ്റ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അനുഭവം ജനങ്ങൾക്കുണ്ടാക്കി കൊടുത്തതുപോലെ തന്നെ അധികാരത്തിൽ വന്നതിന് ശേഷം അത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള നിലയിൽ കൺട്രോൾ ചെയ്ത് കാണിക്കുക എന്നുള്ള നിലപാടാണ് ബുദ്ധി എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഒരു 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 നക്സലൈറ്റിക് ടെൻഡൻസി പോലെ തന്നെ ഒരു നേരിട്ട് കയറിയിട്ട് ആരുടെ അത് ഇങ്ങനെ ചെയ്യാൻ എന്ത് നിലപാട്, ആ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾ ഇപ്പോൾ തയ്യാറാകുന്നില്ല. ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിയന്ത്രിക്കാൻ ഉള്ള അവസരം ഞങ്ങൾക്ക് സാവകാശം നൽകാനുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് ജനങ്ങളുള്ളത്. അഴിമതിക്കാരായ മന്ത്രിമാരെ മത്സരിപ്പിക്കാൻ പോലും ഒരാൾ പോലും ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കിയിട്ടില്ല. അത് ബോധ്യപ്പെട്ട അങ്ങനെയുള്ള ആളുകളെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ സുധീരൻ തന്നെ അത് വാദിച്ച് ജയിച്ചതിന് ശേഷം പിന്നീട് സുധീരൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട് സുധീരനോട്, നിങ്ങൾ പറഞ്ഞ കാര്യം ഒന്നെങ്കിൽ ഒന്ന് അംഗീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് കൈകാര്യം ചെയ്യുന്ന സെൻട്രൽ ലീഡർഷിപ്പിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് അതിന് കൈകാര്യം ചെയ്യാൻ ഉപദേശിക്കത്തക്ക തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹം രഹസ്യമായി എന്നെ വിവരം അറിയിക്കുമെന്നാണ് എൻ്റെ താല്പര്യം. നമ്മുടെ നാടിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് ആണെങ്കിലും എല്ലാത്തിനും ഫണ്ടാണ് ആവശ്യം. അപ്പോൾ സാറിൻ്റെ റവന്യൂ മോഡലൊന്ന് അറിഞ്ഞാൽ കൊള്ളാം സാർ. കൂടുതൽ വരുമാനം വേണ്ട സാഹചര്യമാണ്. എങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ഏതായാലും നമുക്ക് ഈ പരിപാടിയുടെ സമയം തീരുകയാണ്. ഏറ്റവും അവസാനമായി ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പരമോന്നതമായ ചോദ്യം എന്താണ്? ഒരുപാട് തെരഞ്ഞെടുപ്പ് കണ്ട മുന്നിലിരിക്കുന്നത് അദ്ദേഹം ഇതുവരെ കണ്ട തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിനുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പരമമായ ചോദ്യം VS അച്യുതാനന്ദൻ കണ്ടറിയുന്നത് പോലെ എന്താണ് എന്നതിൻ്റെ ഉത്തരം അദ്ദേഹത്തിൽ നിന്ന് തേടിക്കൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. VS അച്യുതാനന്ദൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞ മറുപടി 2006 മുതൽ 2011 വരെ അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പ്രൂവ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓരോ പ്രശ്നത്തിനും സത്വരവും അടിയന്തരവും ആയ നിലയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത്. അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതാണ് എനിക്ക് നൽകാനുള്ള പ്രോമിസ്. കൂടുതൽ പേരൊക്കെ ചോദ്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം നമുക്ക് തന്ന സമയം നേരത്തെ തന്നെ അതിക്രമിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യകർത്താക്കളുടെ താല്പര്യത്തോടു കൂടി തന്നെ പ്രതികരിക്കുകയായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച മാനിഫെസ്റ്റോയ് എന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. തൻ്റെ തിരക്കിട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ദിവസത്തിനിടെ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവിട്ട സഖാവ് VS അച്യുതാനന്ദനോട് ഞാൻ ഈ സമയത്ത് നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ ജീവിതത്തിൻ്റെ പല തുറകളിലുള്ള ആളുകൾ ഇവിടെ എത്തുകയും പലതരത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ട് ഈ സന്ധ്യയെ സമ്പന്നമാക്കുകയും ചെയ്തു. അവർക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്. നമസ്കാരം.